അന്നാരാജനെ കണ്ടതും ലക്ഷ്മി നക്ഷത്രയും പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കാരണം സന്തോഷ് വർക്കിക്ക് കഴിഞ്ഞ ദിവസം സന്തോഷ് വർക്കി ആറട്ടമ്മന് ലക്ഷ്മി കൈ കൊടുക്കാണ്ട് പോയി. അപ്പോൾ അതൊക്കെ തെറ്റാണ്. പക്ഷേ ഇതിൽ തെറ്റാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പലപ്പോഴും കൈ കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല എനിക്ക്. പക്ഷേ എനിക്ക് അത്യാവശ്യം ക്ഷയിക്കേണ്ട തന്നായിരുന്നു. ലക്ഷ്മി നക്ഷത്രയായാലും നമ്മുടെ അന്നാരാജനായാലും ലച്ചി രേഷ്മയായാലും ഇതൊക്കെ ഒന്നും ഒരു പേരാണ് രേഷ്മ എന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു അന്നാരാജൻ്റെ ഇതൊക്കെ പേര്. അപ്പോൾ നല്ലൊരു അനുഭവമാണ്. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെ പുച്ഛത്തോടെ പെരുമാറുന്നുണ്ട്. എനിക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട്. കാരണം നമ്മളിങ്ങനെ പബ്ലിക് പ്ലേസ് പ്രോഗ്രാമിലൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിവാദങ്ങൾ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് കാണുന്നതെന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്, ന്യൂസ് പേപ്പറിൽ എത്തിയുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ സെലിബ്രിറ്റി രീതിയിൽ പോകുമ്പോൾ നമ്മളെ ഇന്നലെ ലച്ചിയുടെ പ്രോഗ്രാമിന് പോയപ്പോൾ അവതാരിക ലച്ചിയുടെ പേര് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഞാൻ പബ്ലിക്കായിട്ട് വന്നിരിക്കുകയാണ് പ്രോഗ്രാമിന്. അപ്പോൾ എൻ്റെ പേരും വിളിച്ച് സ്റ്റേജിൽ പറയുക, സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ജോസ് പറയും കൊച്ചു സെലിബ്രിറ്റി വന്നെന്ന് പറയുക. ഇതൊക്കെ നല്ലൊരു എന്താ പറയുക, പുതിയ തലമുറയ്ക്കൊരു എന്താ പറയുക മോട്ടിവേഷനാണ്. അപ്പോൾ എൻ്റെ പേര് നല്ല രീതിയിൽ പബ്ലിസിറ്റി ബൂസ്റ്റ് ചെയ്തെങ്കിൽ നാളെ ഒരു വ്യക്തിക്ക് വരാനുള്ള ഒരു ഇതുണ്ട്, സ്പേസ് ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ കമൻസിനോട് പേടിച്ചാണ്ടിരുന്ന ആർക്കും നിങ്ങൾ സെലിബ്രിറ്റി ആകും. സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര നല്ല രീതിയിലാണ് പെരുമാറിയത്. കാരണം നമ്മുടെ കണ്ണടയൊക്കെ എടുത്ത് വെച്ചു തന്നു. പിന്നെ ഞാനൊരു സെലിബ്രിറ്റി ആകുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു പറയുന്നത് നല്ല കാര്യമെന്ന് തോന്നുന്നു. കാരണം നാളെ സാനേപ്പർ എന്നെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ കുറേ പേര് പറഞ്ഞു ലേഡി ആർട്ടിസ്റ്റുകൾ അധികം എന്നെ ബഹുമാനിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാവരും ഒരേ പോലെയല്ലല്ലോ. കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ജനങ്ങൾ മാത്രമേ ചിലപ്പോൾ ഇതിനെ അക്സെപ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മളെപ്പറ്റി പറയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവും. ഓരോരുത്തർക്കും ഒരേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ലക്ഷ്മി നക്ഷത്രം എന്തായാലും വെറൈറ്റിയാണ്, കോമഡിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ലേഡിയാണ്, ബോൾഡാണ്, നല്ല മനുഷ്യത്തെയാണ്. ഓക്കെ, ബൈ.